കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ഭൂമി ഏറ്റവും അനുയോജ്യമെന്ന് ജില്ലാ കളക്ടർ. സമഗ്രമായ റിപ്പോർട്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ അപേക്ഷയെ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് കളക്ടർ പ്രപ്പോസൽ തയ്യാറാക്കിയത്. പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ഭൂമി എയിംസ് സ്ഥാപിക്കാൻ അനുയോജ്യമാണെന്ന സമഗ്ര റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സർക്കാരിന് സമർപ്പിച്ചത്. ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കാണ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചത്. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥലം നേരിട്ട് സന്ദർശിച്ച് 10 ദിവസത്തിനകമാണ് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കിയത്. നിർദ്ദിഷ്ട ഭൂമിയുടെ റീസർവേ, ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവ പ്രപ്പോസലിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെരിയയിൽ 274.69 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന് ജില്ലാ കളക്ടറുടെ പ്രപ്പോസൽ. അപ്പോൾ ഇത് നമുക്ക് 274 ഏക്കർ ഗവൺമെൻറ് ലാൻഡ്, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഭൂമിയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കൃഷിയൊന്നുമില്ല. ഇപ്പം മോസ്റ്റ്ലി അൺയൂട്ടിലൈസ്ഡ് ലാൻഡായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. കൺസ്ട്രക്ഷൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാവിധ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസും ഇവിടെ പാലിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. അനുയോജ്യമായ സ്ഥലത്ത് 200 ഏക്കർ ഭൂമി, റോഡ് കണക്ടിവിറ്റി, ആവശ്യത്തിന് ജലവൈദ്യുത ലഭ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് മാനദണ്ഡങ്ങളായി പറഞ്ഞിട്ടുള്ളത്. പെരിയയിൽ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നതിനോടൊപ്പം മികച്ച ഭൂമിയുടെ അധിക ലഭ്യതയും യാത്രാ സൗകര്യങ്ങളും പ്രധാന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ആശ്രയിക്കാവുന്ന സുപ്രധാന തൃതീയതല ആരോഗ്യ കവാടമായി പെരിയ മാറുമെന്നും പ്രപ്പോസൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് മലയാളം, കാസർഗോഡ്.